എവിടെ ഇയാൾ പോയി കിടക്കണോ? വല്ലാത്തൊരു പല്ലിടങ്ങാറായാലപ്പോ ഇത്. ഹേയ് വല്ലാത്തൊരു കഥ. അടച്ചോനെ വെജ. ആചാരേ അസ്സലാമലൈക്കും. എവിടെ ആചാര്യങ്ങൾ എത്ര തെരഞ്ഞു ഞങ്ങളെ. നമ്മളെ നീർച്ച കമ്മിറ്റിന്റെ പിരിവിന് വന്നാണേ. ഒരു ഒഴിവില്ല കുട്ടിയെ. രാവിലെ ഇറങ്ങിയതാ. ഈ കുന്നുമലൊക്കെ കയറിക്കാണ്ട് കൊയങ്ങി ആചാരേ. നമ്മളെ നീർച്ച പൊടി പൊടിച്ചണം. നമ്മളെ നാടിന്റെ ഒരു ആചാരല്ലേ, നോക്കിയിട്ട് കാര്യമില്ല. ഒരു 10 ആന കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കണ്. ഇപ്പൊ എല്ലാരും ചെറുപ്പക്കാരെ കമ്മിറ്റിയില്. അതുകൊണ്ട് 10 ആന, അതിൽ കുറഞ്ഞൊരു പരിപാടി വേണ്ട. ഒരാനന്റെ പൈസ നമ്മളെ ആൽബുട്ടിയാജി തരാന്ന് പറഞ്ഞിരിക്കണം. ഒന്നിന്റെ പൈസ നമ്മളെ നാരായണൻകുട്ടിയേട്ടനും തരാന്ന് പറഞ്ഞിരിക്കണ്. അപ്പൊ ഒരാനന്റെ പൈസ നിങ്ങളൊന്ന് തരുന്നുണ്ട്. അത് പറ്റും. എത്ര ആളെ ചങ്ങായി ആന കൊല്ലണം പിടിച്ചൊന്നും നോക്കിയിട്ട് കാര്യമുണ്ടോ? നമ്മള് മരിച്ചു നോക്കിയപ്പോ നമ്മള്. അപ്പൊ നിങ്ങൾ ഈ ആനകളൊക്കെ ഇറക്കിയിട്ട് നീർച്ചക്കും പൂരത്തിനും താല്പര്യക്കൊക്കെ ആനണ്ട് ഇറക്കിയിട്ട് നാട്ടുകാരെ കൊല്ലുക. ചങ്ങായിയെ ഖുർആനിൽ നീർച്ച നടത്താൻ പറഞ്ഞിട്ടുണ്ടോ? ആനനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? എവിടെ ചെങ്ങൈമാരെ ഈ ആനനെ കൊടുന്ന് നിങ്ങൾ ഈ നെറ്റിപ്പട്ടും അതിൻ്റെ പുറത്ത് 5-8 ആളുകളും അവിടെ ഇങ്ങനെ എന്താണ് ഒരു കൊടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ഏതെങ്കിലും ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ ആരുണ്ടാക്കി? എന്നിട്ട് ഈ മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീർച്ച, നിങ്ങൾ താല്പര്യം, നിങ്ങൾ പൂരം നിറഞ്ഞിട്ട് ഇവിടെ കൊടുന്ന് നിർത്തും. എനിക്കറിയാം ചങ്ങായി, ഇവിടെയൊക്കെ ആന ഇറങ്ങിയത് പണ്ട്. ഈ ആന ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു ഓലപ്പടക്കം കൊടുത്തിട്ട് പൊട്ടിച്ചു. ആ ഓലപ്പടക്കത്തിൻ്റെ ആ സൗണ്ട് കേട്ട് ആ ആനകളൊക്കെ പേടിച്ച് മണ്ടും. ആ സ്ഥാനത്താണ് ഈ ആനകളെ കൊടുത്തിട്ട് രാവിലെ തൊട്ടിട്ട് രാത്രി നേരം വെളുക്കോളം അവിടെ നിർത്താം. എന്നിട്ട് അതിന് ചിങ്കാരിമേളം, അതിന് പടക്കം പൊട്ടിച്ചലും, അതിനുള്ള കദീനിയും, അതിനുള്ള ചെണ്ടമേളകളൊക്കെ കേട്ട് നേരം വെളുത്ത് വൈകുന്നേരമോളം അവിടെ ഇങ്ങനെ നിൽക്കുക വെയിലത്ത്. പിന്നെ ഈ ആനകളെ ഇളകാതെ നിൽക്കുമോ? എന്നിട്ട് ഇളകിയിട്ട് ഈ മനുഷ്യന്മാരൊക്കെ എന്താണ് കൂത്തി കൊന്ന് പോന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് 2 പോരാ 4 പോരാ 10. എന്നിട്ട് നാട്ടിലെ പ്രമാണികളാരാണ് ഞങ്ങൾ അങ്ങോട്ട് സുഖിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരാന. ചങ്ങായി നിങ്ങൾ ഇപ്രാവശ്യം ആ നീർച്ചക്ക് ആന ഇറക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികളെയും വളപ്പെന്ന് പുറത്തിറക്കൂല. ആനക്ക് ചങ്ങായി ചെറിയൊരു സൗണ്ട് കേട്ടാൻ വരെ അതിൻ്റെ അസ്വസ്ഥ ഉണ്ടാവും. എന്നിട്ട് ആ ആന നേരം വെളുത്ത് വൈകുന്നേരം കോളങ്ങൾ കദീനും 2 മേളയും വെച്ച് നടക്കുന്നുണ്ട്. പൈസ 5 പൈസ തരില്ല. 5 പൈസ എന്നിട്ട് ഇങ്ങോട്ട് വരും. മറ്റവൻ കൊടുത്തു, ഇവൻ കൊടുത്തു. ഇങ്ങോട്ടൊക്കെ ഒരു കിറ്റിൻ്റെ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുക്കുമോ? നിങ്ങൾക്ക് നീർച്ച, ഈ നീർച്ചയും വഴിപാടൊക്കെ ആരുണ്ടാക്കണത്? ഇവിടുത്തെ ചീട്ടളിക്കാർക്ക്, കള്ളുടിയാന്മാർക്ക്. പണ്ടത്തെ കാലത്തൊക്കെ ആവശ്യമായിരുന്നു. വല്ല ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടിയിട്ട്. ഇന്ന് ആർക്കതിൻ്റെ ആവശ്യം? നിങ്ങളെ പോലത്തെ ആളുകൾ നേരം വെളുത്ത് വൈകുന്നേരം കോളം പണിക്കൊന്നും പോകില്ല. എന്നിട്ട് നീർച്ച ഞാൻ തരുന്ന പൈസ എത്ര കമ്മീഷൻ വാങ്ങുകളൊക്കെ എത്ര ഉറുപ്പ് എടുക്കും? ഈ കാടും കുന്നും മലയൊക്കെ കയറി വരണമെങ്കിൽ എനിക്കറിയാം. ഇജേ ഈ കാലം വരെയിട്ട് ഒരു പണിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല. ഇതേമാതിരി ആളെ പറ്റിച്ചാൽ വേണ്ടി പിരിവിനിറങ്ങും. ഒരു കുജാനെ കൊണ്ടുവരാണെങ്കിൽ ചങ്ങായി ഞാൻ എൻ്റെ ഒരു നീർച്ചക്കാരനോട് വരില്ല. അതാണ് ആചാര്യ, നിങ്ങൾക്ക് അത് അറിയിച്ചാണ്. ഈ 10 ആന വന്നിട്ട് ഒരു 5-6 ആൾക്കാരാണ് കൊല്ലണം. കൊന്നിട്ട് നിരത്തുമ്പോൾ ന്യൂസുകാരും ചാനലുകാരും ഒക്കെ കൂടി നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം ഞാനൊക്കെ ആരെങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഞാനൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ച് ആകെ വൈബേക്കരം. മാത്രല്ല അടുത്ത വർഷം നാനാഭാഗത്തു നിന്നും ആൾക്കാരെ കയറും. നമ്മളെ നാടും നമ്മളെ ഈ കമ്മിറ്റിക്കാരും നമ്മളെ ഈ നീർച്ചയും എല്ലാം അറിയപ്പെടും. അപ്പോൾ ഈ നീർച്ചയും ഈ ഉത്സവങ്ങളൊക്കെ അറിയിച്ചാനാണ് 10 ആളെ കൊന്നിട്ട് മനുഷ്യന്മാരെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആന കൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ അല്ലേ? 10 ആൾക്കാർ പോയാലെന്താ നമ്മുടെ നാടൻ അറിയപ്പെടല്ലേ? അതല്ല ആചാര്യ, ഇങ്ങനൊക്കെ മരിച്ചു പോയാല് അത് ഷഹീദിന്റെ കൂലി കിട്ടും. തിക്കും തിരക്കിലും മരിച്ചാൽ അത് നേരെ സ്വർഗത്തേക്കാണ് പോകുന്നുള്ള വിശ്വാസമാണ് ആൾക്കാർക്ക്. അപ്പൊ ആർക്കും കേസും കൂട്ടങ്ങളും ഉണ്ടാവില്ല. പിന്നെ മരിച്ചോൽക്കൊക്കെ ഒരു 5 ലക്ഷമോ 2 ലക്ഷം റുപ്യ ഗവൺമെന്റ് കൊടുക്കും ചെയ്യൂലേ? പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം? നമ്മളെ നാട് അറിയപ്പെടല്ലേ നമുക്ക് വേണ്ടത്? ഏട്ടാ മരക്കൈതേ, മനുഷ്യന്മാർക്കൊരു ബലല്ല. ഒരു പാവപ്പെട്ട മനുഷ്യന്മാർക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷോ 5 ലക്ഷോ നിങ്ങൾ ഉരുവണ കൊടുക്കും. എന്നിട്ട് അറ്റങ്ങളെ മിണ്ടാതെ നേരത്തെ പറഞ്ഞ സയ്യിദിൻ്റെയും സ്വർഗത്തിൻ്റെ കൂലുണ്ടല്ലോ, എല്ലാ മതക്കാർക്കുണ്ട്. ഈ തിക്കിലും തിരക്കിലൊക്കെ പെട്ട് കഴിഞ്ഞ് നേരെ സ്വർഗത്തിൽ കിടക്കും. മരിച്ചാനായിട്ട് പോണ കുറേ ബുദ്ധിയില്ലാത്ത കുറേ പോട്ടന്മാരുണ്ട് ഈ എല്ലാ മതത്തിലും. ഈ മരിച്ചിനിൽ ഇവിടുത്തെ MLA-ൻ്റെ, മന്ത്രിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ പേരക്കുട്ടികൾ ഇവിടെ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മതി.
നിങ്ങൾ ഈ നീർച്ചയും ഉത്സവം അപ്പം നിൽക്കും. ഈ മതത്തിന്റെ പേര് പറഞ്ഞു കണ്ട് ആളെ പറ്റിച്ച ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു വാസന വരില്ല എനിക്ക്. ഹാസനെ എന്ത് അടച്ചോനെ ആനത്തെ പൂണ്ടിന്റെ വാസനയാണുള്ളത്. ഹാജരെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പിണ്ടത്തിന്റെ മണം ഉണ്ടല്ലോ. പണ്ടൊക്കെ ഇവിടെ ആന ഇറങ്ങിനൊന്ന് കേക്കാം. പണ്ടല്ല ഇപ്പൊ തന്നെ ഇറങ്ങുന്നുണ്ട്. ആ പറച്ചോനെ വരുന്നുണ്ട്. പേടിപ്പിച്ചാൻ വേണ്ടി പറയാം. പേടിപ്പിച്ചല്ല പഹയ്യ ഇവിടെ ഉണ്ട് ആന. ഞാൻ ഡെയിലി കാണണല്ലേ. കാണുന്നുണ്ടല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹൈമാറ് മണ്ടല് കണ്ടോ? അവിടെ പുല്ലുകൂടെ പൊളക്കൂല. ആനപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ പോണ പോക്കാണത്. ഓനാണല്ലോ 10 ആനയും കൊണ്ട് നേർച്ചയ്ക്ക് വരുന്നത്. കള്ള ഹിമാറ്.